വർണ്ണക്കുഴകൾ ഉൾപ്പെടെ 40ഓളം ഉൽപ്പന്നങ്ങൾ വീൽചെയറിലിരുന്ന് നിർമ്മിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുകയാണ് ഓട്ടോ ഡ്രൈവർ കൂടിയായ തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി അജികുമാർ. ഈ ഭിന്നശേഷി ദിനത്തിൽ അജി ഉൾപ്പെടുന്ന ഭിന്നശേഷി സമൂഹത്തിന് പറയാൻ നിരവധി പ്രശ്നങ്ങളാണ്. 24 വർഷങ്ങൾക്ക് മുമ്പ് മരത്തിൽ നിന്നും വീണ് അരയ്ക്ക് താഴെ സ്വാധീനം നഷ്ടപ്പെട്ട അജി എന്ന കാട്ടാക്കടക്കാരൻ. പക്ഷേ പരാജയപ്പെടാൻ അജി ഒരുക്കമല്ലായിരുന്നു, മനസ്സുമില്ലായിരുന്നു. അജിയുടെ ലോകത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അജിയുടെ ഈ വാക്കുകളിൽ നിന്നും തുടങ്ങാം അതിജീവനത്തിന്റെ കഥ. ഒരു സഹായം ചെയ്യാൻ പോയതാണ്. അപ്പോൾ മരത്തിൽ നിന്നും വീണ് അരയ്ക്ക് പോട്ട് ശേഷി നഷ്ടപ്പെട്ടു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഭാര്യയും ഒക്കെ കളഞ്ഞിട്ട് പോയി. പിന്നെ ജീവിതം മടുപ്പായി തുടങ്ങി. മരിക്കാനായിട്ടൊക്കെ പല ശ്രമങ്ങളൊക്കെ നടത്തി, വിജയിച്ചില്ല. ചക്രക്കസേരയിൽ ജീവിതചക്രം തിരിക്കുന്ന അജി ഒറ്റമുറി വീട്ടിലിരുന്ന് നിർമ്മിക്കുന്നത് ഏതാണ്ട് 40ഓളം ഉൽപ്പന്നങ്ങൾ. നിർമ്മാണം മാത്രമല്ല, അതിന്റെ രീതി കൂടി മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ അജി പരിമിതികൾ മറന്ന് എവിടെയും എത്തും. ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ഫ്ലോർ വാഷ്, ടോയ്ലറ്റ് ക്ലീനർ, അങ്ങനെ ഇന്ന് സോപ്പ് ഉൽപ്പന്നങ്ങളായിട്ട് വിപണിയിലുള്ള എല്ലാ ഐറ്റംസും ചെയ്യുന്നുണ്ട്. പിന്നെ പേപ്പർ ബാഗ്, പേപ്പർ പൗച്ച്, എമ്പലപ്പ്, അങ്ങനെ അത്, പിന്നെ ചിരട്ട ഉൽപ്പന്നങ്ങൾ, മെഴുകുതിരി നിർമ്മാണം, സാമ്പ്രാണിത്തിരി നിർമ്മാണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാമ്പുവിലുള്ള കുറെ ഐറ്റംസുകൾ, കരകൗശല വസ്തുക്കളും അങ്ങനെയൊക്കെ. ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനാകുന്നില്ല എന്നതാണ് ഇവർ നേരിടുന്ന വെല്ലുവിളി. ഭിന്നശേഷിക്കാർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകാത്തതും ഇവരെ അലട്ടുന്നുണ്ട്. നല്ലൊരു വിഷമം എന്ന് പറയുന്നത്, നമുക്ക് നമ്മളെപ്പോലുള്ള ഭിന്നശേഷിക്കാർക്ക് ഒരു ലൈസൻസിന്റെ കാര്യം ഈ ഗവൺമെന്റ് ശരിയാക്കി തരുന്നില്ല. പോകുമ്പോൾ 100 നൂലാമാലകളും പ്രശ്നങ്ങളും, അവർ നമുക്ക് ഓടിക്കാൻ പാടില്ല, നിങ്ങൾ ഓടിക്കണ്ട എന്നുള്ള ഒരു പ്രവണതയിലാണ് സർക്കാരിന്റെ നിലപാട്. ഗണേശ് സാറൊക്കെ വിചാരിച്ചെങ്കിൽ നമ്മളെ പോലുള്ളവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. പുതിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവുമായി തിരക്കിലാകുമ്പോഴും തന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലൊതുക്കുകയാണ് അജി. മകന്റെ ഈ അവസ്ഥയിലും അമ്മ വത്സല വാത്സല്യ നിധിയായി കൂടെയുണ്ട്. ഈ വണ്ടിയിൽ ഉരുട്ടി മെഡിക്കൽ കോളേജിലൊക്കെ 3 ആനയിലേക്ക് കയറുമ്പോ ഞാൻ എന്റെ കണ്ണിനൊന്നും വീണ കാണി. അവന്റെ ഒരു പ്രയാസം മാസം തോറും അവന് 7500 വേണം മരുന്നിന് മാത്രം, എല്ലാ കാര്യങ്ങളും, പേതി എടുക്കണത്, മൂത്രം എടുക്കണത്. അപ്പൊ എല്ലാം കിടന്നുകൊണ്ടാണ്. 1 സെന്റ് ഭൂമി പോലും ഇല്ല. മരിച്ചാ എടുത്തങ്ങ് കുഴിച്ചു വെക്കണമെങ്കിൽ വേറെ ആളിന്റെ സ്ഥലം. ഭിന്നശേഷിക്കാർക്കായി നൽകുന്ന ഉറപ്പുകൾ വെറും വാഗ്ദാനങ്ങളാകാതെ അത് നടപ്പിലാക്കാനുള്ള ആർജവമാണ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. വീൽചെയറിനുള്ളിൽ ജീവിതം തള്ളി നീക്കപ്പെടുന്ന ഒട്ടേറെ പേർക്ക് വലിയ പ്രചോദനമാണ് കാട്ടാക്കട അജി എന്ന ഈ മനുഷ്യൻ. അത് മാത്രമല്ല, ഒട്ടേറെ പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതും അജിയുടെ വാക്കുകളാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനോടൊപ്പം കാട്ടാക്കടയിൽ നിന്നും ബി ശ്രീകുമാർ.